നമസ്കാരം. എല്ലാവർക്കും SSF മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസ് വിഷയങ്ങൾ വളരെ ലളിതവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 6th സോഷ്യൽ സയൻസിലെ ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ ദ എർത്ത് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാപ്പ്, മാപ്പിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, വിവിധ തരത്തിലുള്ള മാപ്പുകൾ ഏതെല്ലാമാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഗെദർ. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? അതല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആദ്യമായി പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയയുമില്ല. സ്വാഭാവികമായും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതെ, അവിടെയുള്ള ആളുകളോട് വഴി ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്ത് നോക്കും. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് ഗൂഗിൾ മാപ്പ് നോക്കുന്നത്? നമുക്ക് പോകേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരാൻ അല്ലേ? അതിനല്ലേ നമ്മൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കാനും ശരിയായ വഴി കണ്ടെത്താനുമാണ് മാപ്പുകൾ നമ്മെ സഹായിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു പ്രദേശത്തിന്റെ ഇമാജിനറി മാപ്പ് കാണിക്കാം. ഓക്കെ, ഇതൊരു പ്രദേശത്തിന്റെ മാപ്പാണ്. ഓക്കെ, ഇതിൽ ആ പ്രദേശത്തിന്റെ പ്രധാന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ഈ പ്രദേശത്തിന്റെ പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഇത് റെയിൽവേ സ്റ്റേഷൻ, അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, പഞ്ചായത്തുണ്ട്, ദെൻ ബാങ്ക്, മ്യൂസിയം, മാർക്കറ്റ്, സ്കൂൾ. ഇങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളെല്ലാം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ കണ്ടല്ലോ? ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. പക്ഷെ നിങ്ങൾക്ക് വഴി അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ എവിടേക്ക് എത്തിച്ചേരാൻ പറ്റും? ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബാങ്കിലേക്ക് പോകണമെന്ന് വെച്ചു. എന്ത് ചെയ്യും? ഈ മാപ്പ് നോക്കി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബാങ്കിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, സോ അതിനുശേഷം ബാങ്കിൽ നിന്ന് മ്യൂസിയത്തിലേക്ക് പോകാം, മാർക്കറ്റിലേക്ക് പോകാം, അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് സ്കൂളിലേക്ക് പോകാം. അങ്ങനെ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ മാപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് പോകാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഒരു പ്രദേശത്തെ വിവിധ സ്ഥലങ്ങൾ എവിടെയാണെന്നും അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും മനസ്സിലാക്കാൻ മാപ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കുന്നത്? മാപ്പ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, അപ്പൊ എന്താണ് ഒരു മാപ്പ്? എ മാപ്പ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഏരിയ. അതായത് ഒരു പ്രദേശത്തിന്റെ ചിത്രീകരണമാണ് മാപ്പ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചെറിയ പ്രദേശത്തിന്റെ മാപ്പ് ആയിരുന്നു അല്ലേ? എന്നാൽ ചെറിയ പ്രദേശങ്ങളുടെ മാപ്പ് മാത്രമാണോ വരയ്ക്കാൻ കഴിയുക? അല്ലല്ലേ, ഒരു വില്ലേജിന്റെ മാപ്പ് നമുക്ക് വരയ്ക്കാം. നോക്കിക്കേ, ഒരു ടൗണിന്റെ മാപ്പ് വരയ്ക്കാം, ഡിസ്ട്രിക്റ്റിന്റെ വരയ്ക്കാം, സ്റ്റേറ്റ്, കൺട്രി അല്ലേ? അതുപോലെ ലോകത്തിന്റെ മുഴുവൻ മാപ്പും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കേ, ഇത് ഇന്ത്യയുടെ ഒരു മാപ്പാണ്. ഓക്കെ, നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇന്ത്യയുടെ മാപ്പൊക്കെ? 4th-ലും 6th-ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ഇത് ഇന്ത്യയുടെ ഒരു മാപ്പാണ്. ഈ മാപ്പിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഗുജറാത്ത് ഉണ്ട്, ഇവിടെ നമ്മുടെ കേരളം ഉണ്ട്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സംസ്ഥാനങ്ങൾ മാത്രമാണോ മാർക്ക് ചെയ്തിരിക്കുന്നത്? അല്ല, അവയുടെ തലസ്ഥാനങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? പിന്നെ പ്രധാന നഗരങ്ങൾ, ഇവയെല്ലാം ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പ് ഉപയോഗിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എവിടെയാണെന്നും അവയുടെ സ്ഥാനവും മറ്റു പ്രധാന വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മാപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതാണ് അറ്റ്ലസ്. മാപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? ഒരു പ്രദേശത്തിന്റെ ചിത്രീകരണമാണ് മാപ്പ്. എന്നാൽ അത്തരത്തിലുള്ള ഒരുപാട് മാപ്പുകൾ ഒരുമിച്ച് ചേർത്ത് ഒരു പുസ്തകമാക്കിയാൽ അതിനെയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് an atlas is a collection of maps. നിങ്ങൾ അറ്റ്ലസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ദേ ഇവിടെയുണ്ട്. ഒരു അറ്റ്ലസിൽ വേൾഡ് മാപ്പ് കാണാം, അതല്ലെങ്കിൽ രാജ്യങ്ങളുടെ മാപ്പ് കാണാം, സംസ്ഥാനങ്ങളുടെ മാപ്പ് കാണാം, ഓക്കെ, തുടങ്ങി പല തരത്തിലുള്ള മാപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ അറ്റ്ലസ് വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് മാപ്സ്. ഓക്കെ, പ്രധാനമായും 3 തരത്തിലുള്ള മാപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ മാപ്സ്, സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ മാപ്സ്, തേർഡ് വൺ തീമാറ്റിക് മാപ്സ്. ഓക്കെ, ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഫിസിക്കൽ മാപ്പ്. Physical maps show natural features. എന്താണ് നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല്? പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയ സവിശേഷതകളെയാണ് നമ്മൾ നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മൗണ്ടൻസ്, റിവേഴ്സ്, ഓഷ്യൻസ്, പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്രകൃതിദത്തമായ സവിശേഷതകൾ കാണിക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫിസിക്കൽ മാപ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ പ്രകൃതിദത്ത സവിശേഷതകൾ കാണിക്കുന്ന മാപ്പിനെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. മുകളിലുള്ള ഈ ഭാഗത്ത് മുകളിലുള്ള ഈ ഭാഗത്ത് എന്താണ് കാണുന്നത്? ഹിമാലയ പർവ്വത നിരകളാണ് ഇതല്ലേ ഈ മുകളിൽ കാണുന്നേ. ഇതിവിടെ എഴുതിയിട്ടുണ്ട് ഹിമാലയ നിരകളാണ് ഈ കാണുന്നത്. ഇത്
ഒരു നാച്ചുറൽ ഫീച്ചറാണ് അല്ലേ? ഇനി ഈ നീല നിറത്തിലുള്ള വരകൾ കണ്ടോ ഇവിടെ? ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? റിവേഴ്സ് ആണ്, നദികൾ. നർമ്മദ, ഗോദാവരി, കൃഷ്ണ, മഹാനദി, ഗംഗ, ബ്രഹ്മപുത്ര അങ്ങനെയുള്ള നദികളാണ് ഈ നീലവരയിൽ കാണിച്ചിട്ടുള്ളത്. ഇതും ഒരു നാച്ചുറൽ ഫീച്ചർ ആണ് അല്ലേ? ഇനി ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? സമുദ്രങ്ങളാണ് അല്ലേ? അതും എന്താണ്? ഒരു പ്രകൃതിദത്ത സവിശേഷതയാണ് അല്ലേ? ഇവിടെ എന്താണ്? മൗണ്ടൻസ് കാണിച്ചു, റിവേഴ്സ് കാണിച്ചു, ഓഷ്യൻസ് കാണിച്ചു. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. ഈ നാച്ചുറൽ ഫീച്ചേഴ്സ് കാണിക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ മാപ്സ്. ഓക്കെ. Then second one, political maps. Political maps show countries, states and their boundaries. It also shows cities and capitals. അതായത് രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, അവയുടെ അതിർത്തികൾ എന്നിവ കാണിച്ചു തരുന്ന മാപ്പിനെയാണ് പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ഈ മാപ്പ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ മാപ്പാണ്. ഇതിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കാണിച്ചിരിക്കുന്നു. ഓക്കെ. നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക അല്ലേ, തെലങ്കാന, മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇനി ഓരോ സംസ്ഥാനത്തിന്റെയും അതിർത്തികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലൈൻ കണ്ടോ? ഇത് നമ്മുടെ ഈ ലൈൻ കേരളവും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തി കാണിക്കുന്ന ലൈനാണ്. ഇവിടെ തമിഴ്നാടും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള അതിർത്തി കാണിക്കുന്ന ലൈനാണ്. ഓക്കെ. ഈ ലൈൻ ആന്ധ്രാപ്രദേശും കർണാടകയും തമ്മിലുള്ള അതിർത്തി കാണിക്കുന്ന ലൈനാണ്. സോ അങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെയും ബൗണ്ടറി കൃത്യമായിട്ട് ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? കൂടാതെ ഓരോ സംസ്ഥാനത്തിന്റെ തലസ്ഥാനങ്ങളും, അതായത് ക്യാപിറ്റൽസ്, അതും ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. സോ അതായത് ഒരു രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ അതിർത്തികളും പിന്നെ തലസ്ഥാനങ്ങളും മറ്റ് ഭരണപരമായ വിഭജനങ്ങളും കാണിച്ചു തരുന്ന മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ മാപ്പ്. ഓക്കെ. Then third one, thematic map. Thematic map shows a particular theme or topic. Okay, examples: rainfall, population, climate, natural resources. അതായത് ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രം കാണിച്ചു തരുന്ന മാപ്പിനെയാണ് തീമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫിസിക്കൽ മാപ്പ് കണ്ട് അല്ലേ? അതായത് മൗണ്ടൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, ഓഷ്യൻസ് തുടങ്ങി നിരവധി പ്രകൃതിദത്ത സവിശേഷതകൾ കാണാൻ നമുക്ക് കഴിഞ്ഞു അല്ലേ? അതുപോലെ പൊളിറ്റിക്കൽ മാപ്പ് കണ്ടു. അതിൽ സംസ്ഥാനങ്ങൾ, അവയുടെ തലസ്ഥാനങ്ങൾ, ബൗണ്ടറി, മേജർ സിറ്റീസ് തുടങ്ങി പല വിവരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ തീമാറ്റിക് മാപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ റെപ്രസെന്റ് ചെയ്യൂ. ഓക്കെ. ഉദാഹരണത്തിന് നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണിച്ചിരിക്കുന്ന ഒരു മാപ്പാണ്. ഈ മാപ്പിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. വേറെ ഒരു വിവരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അതായത് ഏത് പ്രദേശത്താണ് ഡെൻസിറ്റി കൂടുതൽ, അതല്ലെങ്കിൽ ഏത് പ്രദേശത്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവുള്ളത് എന്നതാണ് ഈ മാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അതുകൊണ്ടാണ്
ഇതിനെ തീമാറ്റിക് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രം കാണിച്ചു തരുന്ന മാപ്പിനെയാണ് തീമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് മാപ്സ് ആണ് പഠിച്ചത്. പ്രധാനമായും 3 തരത്തിലുള്ള മാപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് ഫിസിക്കൽ മാപ്പ്, അതായത് ഭൂമിയിലെ പ്രകൃതിദത്ത സവിശേഷതകളായ മൗണ്ടൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, ഓഷ്യൻസ് തുടങ്ങിയവ കാണിക്കുന്ന മാപ്പിനെയാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ മാപ്പ്, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, അവയുടെ അതിർത്തികൾ, തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ തുടങ്ങിയ ഭരണപരമായ വിവരങ്ങൾ കാണിക്കുന്ന മാപ്പിനെയാണ് പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ തീമാറ്റിക് മാപ്പ്, ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രം കാണിക്കുന്ന മാപ്പിനെയാണ് തീമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് മാപ്സ് എന്ന ഭാഗം പഠിച്ചു. ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.